കേരളത്തിന്റെ തനത് പാരമ്പര്യവും വീര പൈതൃകവും വിളിച്ചോതി ഓണാട്ടുകരയുടെ ഇക്കൊല്ലത്തെ ഓച്ചിറക്കളി സമാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് 52 കരകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന ഈ ആചാരം കേരളീയ പാരമ്പര്യത്തിന്റെ അപൂർവമായൊരു നേർക്കാഴ്ച കൂടിയാണ്. മലയാള മാസം മിഥുനം 1-2 തീയതികൾ. ചരിത്രവും ഐതിഹ്യവും വിളിച്ചോതുന്ന കാഴ്ച. വാളിനു പകരം വടികളേന്തി യോദ്ധാക്കൾ അണിനിരക്കും. ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്നുള്ളവരാണ് എത്തുക. പിന്നീട് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കിഴക്കും പടിഞ്ഞാറും കരക്കാരായി തിരിഞ്ഞു പോരാട്ടം. വേർതിരിവുകളില്ല, ജാതിയോ മതമോ ഇല്ല. എല്ലാവരും ഒരുപോലെ ചേറിലിറങ്ങി ഓച്ചിറക്കളിയുടെ ഭാഗമാകും. ഇവിടെ യുദ്ധം ദേവന്മാരും അസുരന്മാരും തമ്മിലാണ്, നന്മയും തിന്മയും തമ്മിലാണ്. മനുഷ്യന്റെ അഹങ്കാരത്തിനെതിരെയുള്ള അന്തർസംഘർഷത്തിന്റെ പ്രതീകമായും ഓച്ചിറക്കളിയെ അടയാളപ്പെടുത്തുന്നു. കായംകുളം രാജവംശവും തിരുവിതാംകൂറും തമ്മിൽ നടന്ന ചരിത്ര പോരാട്ടങ്ങളുടെ സ്മരണയായും കണക്കാക്കപ്പെടുന്നു. ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നിരവധി ജനങ്ങളാണ് ഓച്ചിറ പാടനിലത്തേക്ക് ഒഴുകിയെത്തിയത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.